ദൈവസന്നിധിയിൽ ഈ മീറ്റിംഗ് തുടങ്ങാമല്ലോ. ഈ കഴിഞ്ഞ രാത്രി നമ്മളോടുകൂടെ പാർത്ത കർത്താവ്, ഹല്ലേലൂയ, ഈ പ്രഭാത കാലത്ത് നമ്മളെ ഉണർത്തിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാമല്ലോ. സംഭവബഹുലമായ ഓരോ ദിവസങ്ങളിലും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തി. ഓരോ ദിവസവും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്ന കർത്താവ് നമ്മളോട് കൂടെ ഉള്ളതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കാം. മഹാപരിശുദ്ധനും നിത്യമായ ദൈവമേ, സ്വർഗ്ഗസപിതാവേ, പ്രഭാതകാലത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പല ഭവനങ്ങളില് പല ടൈം സോണുകളിലായിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങള് ഈ ഉയർപ്പിന്റെ പ്രഭാത കാലത്ത് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാനും അങ്ങേ പിതാവെന്ന് വിളിപ്പാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന ഈ പ്രാർത്ഥനകളും യാചനകളും ഒക്കെയും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട തക്ക സമയത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ അത് അനുഭവമായിരുന്നല്ലോ കർത്താവേ. സ്തോത്ര കല്ലില് കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ദൈവിക സമാധാനത്താൽ നിറഞ്ഞ കർത്താവേ സ്തോത്രം. പിന്നെയും ദൈവമേ, അങ്ങേ സ്തുതിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കിടയാക്കുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഞങ്ങളുടെ സമസ്ത വിഷയം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടതിനാട് സ്തോത്രം. യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. സ്തോത്രം, സ്തോത്രം. ആമേൻ. നമ്മൾ പാട്ടുകൾ പാടാൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അനുജ ആനന്ദ് ജോയിൻ ആയിട്ടുണ്ടോ? ഓക്കെ, യു ക്യാരി ഓൺ. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു വചനം വായിച്ചിട്ട് വിലാപങ്ങൾ 3:55 മുതൽ 57 വാക്യം വരെ. യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ട്രയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം, സ്തോത്രം. എൻ്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, മറച്ചിടുമാനോദീനം ചിറകടിയിൽ. എൻ്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, മറച്ചിടുമാനോദീനം ചിറകടിയിൽ. ഇഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നതാൽ ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നു. ഇഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നതാൽ ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നു. നാവു പോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നും, നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നപ്പാ. നാവു പോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നും, നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നിറയുന്നപ്പാ. എൻ്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, മറച്ചിടുമാനോദീനം ചിറകടിയിൽ. കഷ്ടനഷ്ട രോഗ ദുഃഖം വന്നിടും നേരം, ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടനഷ്ട രോഗ ദുഃഖം വന്നിടും നേരം, ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാൽ പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാൽ പോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ. എൻ്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, മറച്ചിടുമാനോദീനം ചിറകടിയിൽ. എന്നു കേൾക്കും പ്രിയൻ ശബ്ദം വാനവീരവിൽ,
എന്നു കേൾക്കും പ്രിയൻ ശബ്ദം വാനവീരവിൽ, അന്നു മാറും എൻ്റെ ദുഃഖം സമ്പൂർണമായി. മണിയാരവാസം പൂകിയാനന്ദിച്ചിടാൻ വാഞ്ചിക്കുന്നെൻ്റെ ഉള്ളം ദിനം ദിനമായി. മണിയാരവാസം പൂകിയാനന്ദിച്ചിടാൻ വാഞ്ചിക്കുന്നെൻ്റെ ഉള്ളം ദിനം ദിനമായി. എൻ്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, മറച്ചിടുമാനുദിനം ചിറകടിയിൽ. എൻ്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, മറച്ചിടുമാനുദിനം ചിറകടിയിൽ. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി, വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്താൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തേണമേ.
നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്താൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തേണമേ. ചേർന്നു ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന. അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ അവസരം അനുവദിച്ചെന്ന ബെൻസൺ പാസ്റ്റർ കുടുംബം എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്ന ദേവദാസും നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായ ഒരു പാട്ട്, 2 പാട്ട് നമ്മൾ കേൾക്കാനിടയായല്ലോ. ചിറകന്റെ അടിയിൽ നമ്മളെ മറയ്ക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് കേൾക്കാനിടയായല്ലോ. ഹാലേലിയ. നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ കർത്താവിനെയാണ്. ഹാലേലിയ. സിസ്റ്റർ, ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അത് സിസ്റ്റർ ബീന ബിജു ആണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത്. സിസ്റ്റർ ബീൻ, ഇനിയുള്ള സമയം സിസ്റ്റർ ബീന ബിജുവിനാണ്. സിസ്റ്റർ ബീന ബിജു. കൂടി വന്നിരിക്കുന്ന എല്ലാ ദാസന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. നല്ല പാട്ടുകളൊക്കെ പാടുവാൻ ദൈവം സൃഷ്ടിന് കൃപ കൊടുത്തു. ഇനി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. പ്രാർത്ഥനാ വിഷയമുള്ളവർ ഓരോരുത്തരായി അവരവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം. ഈ 2 പേരായിട്ട് പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ ചുരുക്കം വാക്കുകളിൽ, എന്നാൽ എല്ലാ പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കുകയും വേണം. ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥനാ വിഷയമുള്ളവരെ ഓരോരുത്തരായി പറയാം. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സജിനി. നമ്മൾ പതിപോലെ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ തലമുറകളെ ഇരുവരെ ഓർത്ത് പ്രാർത്ഥന. മോന് വിഷയം എഴുതുവാനുള്ള ബുദ്ധി കൊടുക്കണം. അതുപോലെ എൻ്റെ കുഞ്ഞിന് വർഷം തന്നെ ഒരു പുതിയൊരു അഡ്മിഷൻ ലഭിക്കാൻ ദൈവം സാവകാശം ഒരുക്കണം. എൻ്റെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ച് ദൈവത്തിന്റെ താണിരിക്കുന്നു. പ്രാർത്ഥനാ വിഷയമുള്ളവർ വേഗത്തിൽ പറയാം. ഞാൻ മേരി മാത്യു. എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിലാണ്. എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസോടിയായിരുന്നു സ്വാതന്ത്ര്യത്തോടെ സ്നാനപ്പെട്ട് ദൈവത്തോടെ വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ മുറ്റത്തിന്റെ പണി നടക്കുകയാണ്, ക്ലിയർ ചെയ്തിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങളെ കേട്ടല്ലോ. പ്രിയ സജന സിസ്റ്റർ പറഞ്ഞ വിഷയം, അതല്ല മേരി മാത്യു ആന്റി പറഞ്ഞ വിഷയം, ഈ 2 വിഷയങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. പ്രിയ സജന സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മോനെ തോറ്റ 2-3 വിഷയങ്ങളുണ്ട്. അത് എഴുതുവാനുള്ള ഒരു മനസ്സ് കുഞ്ഞിന് കൊടുത്തിട്ട് വേഗത്തിൽ ആ എക്സാമുകൾ എഴുതണം. അതുപോലെ പുതിയൊരു അഡ്മിഷന് വേണ്ടി, ഈ വർഷം തന്നെ ഒരു പുതിയ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ മേരി മാത്യു ആന്റി പറഞ്ഞ വിഷയം ഞാൻ കുറച്ചൊക്കെ കേട്ടുള്ളെങ്കിലും നമ്മൾക്ക് അറിയാവുന്ന വിഷയങ്ങളാണല്ലോ. ഒറ്റയ്ക്ക് വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നു.
പ്രിയ ദാസനും ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. കുഞ്ഞുങ്ങൾ ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന പ്രിയ മാതാവിനോട് ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ കൊടുക്കണം. അതുപോലെ മുറ്റത്തിന്റെ പണികൾ നടക്കുന്നു, അതും വേഗത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാകണം. ഈ വിഷയങ്ങളെയൊക്കെ ഓർത്ത് ആർക്കെങ്കിലും വേഗത്തിൽ സത്യത്തിൽ ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ നല്ല കർത്താവേ, നല്ല ഈ പ്രഭാതവേളയ്ക്കായി സ്തോത്രം കർത്താവെ. പ്രാർത്ഥനയുടെ തണൽ എന്ന ഞങ്ങളുടെ ഈ പ്രഭാത പ്രാർത്ഥനയുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് കർത്താവ് വിവിധ രാജ്യങ്ങളിലും വിവിധ സമയവ്യത്യാസങ്ങളിലൊക്കെ ആയിരിക്കുന്നല്ലോ കർത്താവെ. സ്തോത്രം. നീ ഞങ്ങളെ ഓർക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതവും ആശ്രയവും അഭയകേന്ദ്രവുമാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഇത്ര നല്ലൊരു ദൈവം ഞങ്ങൾക്ക് രക്ഷകനായി ഉള്ളതിനായി സ്തോത്രം. ഇത്ര വലിയവനായ ഒരു ദൈവത്തെ അറിയുവാനും പിൻപറ്റുവാനുമുള്ള മഹാഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളെ കരുതുന്ന, ഓർക്കുന്ന കർത്താവെ, പരിപാലിക്കുന്ന നല്ലൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ഏത് സമയത്തും ഏത് സാഹചര്യത്തിൽ ഓടി അണയുവാൻ കർത്താവും അങ്ങയുടെ സന്നിധാനവും ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. പ്രിയ പിതാവേ, അപ്പാ കർത്താവെ, ഇന്ന് പകലിൽ കർത്താവ് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ഷാജിയങ്ങളിനായി സ്തോത്രം. കർത്താവെ, നല്ല ഗാനങ്ങളൊക്കെ പാടി ആരാധിപ്പാൻ ദൈവം അവസരം തന്നു. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന പ്രിയ സ്തോത്രം. കർത്താവെ, പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ട കർത്താവെ, പ്രിയ കർത്താവെ സിസ്റ്റേഴ്സിനായി സ്തോത്രം. പ്രിയ സജിനി സിസ്റ്ററെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഇതിന്റെ ദാസി കർത്താവെ കുഞ്ഞുങ്ങളുടെ വിഷയം പ്രാർത്ഥനയ്ക്കായി അറിയിച്ചല്ലോ. മോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. അവന് താല്പര്യത്തോടെ കർത്താവെ, ആവശ്യബോധത്തോടെ ആ എക്സാമൊക്കെ അത് എഴുതിയെടുക്കുവാനുള്ള കൃപ പ്രിയ മകന്റെ മേൽ അങ്ങ് കൽപ്പിക്കണമേ. അങ്ങ് ഉള്ളങ്ങളോട് ഇടപെടണമേ കർത്താവെ. അങ്ങ് ആത്മാക്കളുടെ ഉടയനാണ് കർത്താവെ. ഞാൻ സർവ്വജടത്തിന്റെയും ദൈവമായ യഹോവേ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടെന്ന് അരുളി ചെയ്ത ദൈവമേ കർത്താവെ, അപ്പൊ അത്ഭുതം ചെയ്യണം. നല്ലൊരു അഡ്മിഷനും ലഭിക്കണം ആ കുടുംബത്തെ കർത്താവെ. സജിനി സിസ്റ്ററെ അവരുടെ നീറുന്ന ആവശ്യങ്ങളെ അപ്പച്ചന്റെ കരുത്തിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മേരി ആന്റിക്കായി സ്തോത്രം. ദൈവത്തെ അറിഞ്ഞവനോ പിൻപറ്റിയവനോ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ സംഗതി വരുത്താത്ത നല്ലൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. കർത്താവ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് അങ്ങയുടെ വചനപ്രകാരം പ്രിയ കർത്താവെ ആന്റി കർത്താവ് ഈ സത്യദൈവത്തെ കണ്ടെത്തുവാൻ, ഈ കൽപ്പന പ്രമാണിപ്പാൻ അവസരം കൊടുത്തല്ലോ. ആ കുടുംബവും കർത്താവെ ഈ സത്യദൈവത്തെ മനസ്സിലാക്കുവാൻ, ഞങ്ങൾ അറിഞ്ഞ ഈ നല്ല കർത്താവിനെ പിൻപറ്റുവാൻ, ഈ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ നിന്റെ കർത്താവെ പ്രിയ ആന്റിയുടെ മനസ്സിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണമേ കർത്താവെ. പ്രത്യേക ആ വീടിൻ്റെ കർത്താവ് മുറ്റത്തെ പണികളൊക്കെ നടക്കുന്നു. അതെല്ലാം ഭംഗിയായി നല്ലതായി തീരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിച്ച് രണ്ട് വിഷയങ്ങളെയും ആ കുടുംബത്തെയും അവരുടെ ആവശ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. മഹത്വം അങ്ങേക്ക് തന്നെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ഈ രണ്ട് കുടുംബത്തിന്മേലും ദൈവത്തിന്റെ ഒരു നീതി വെളിപ്പെടുന്നതിനായി നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓമന യോഹന്നാൻ. എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് 3 പേർക്ക് നല്ലൊരു ജോലി, പിന്നെ അവർ ആത്മീയമായി നല്ല വളർച്ച പ്രാപിക്കണം. ദൈവസഭയൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, ദേശത്തെ വേല അനുഗ്രഹിക്കപ്പെടണം. വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത വിഷയം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അനു തോമസ്. എൻ്റെ മോന് അബുദാബിയിൽ പനിയാൽ ഭാരപ്പെടുന്നു. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു കസിന് നാളെ കേരളത്തിലെ ഇവിടെ വെച്ച് ഫ്യൂണറൽ സർവീസാണ്. അത് അനുഗ്രഹമായി നടക്കുവാനും, വേറൊരു കസിൻ ഇന്നലെ സ്ട്രോക്കായിട്ട് അബുദാബിയിൽ ഒരു ഹോസ്പിറ്റലായിരിക്കുന്നു. പ്രിയ സഹോദരൻ്റെ പേര് അനിൽ എന്നാണ്. നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ളതാണ്. നാട്ടിൽ വെച്ചും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് സൗഖ്യമാകുവാനും തിരിച്ച് ജോലി സ്ഥലത്ത് ചെല്ലുവാനുമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ മോളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ദൈവമക്കൾ കേട്ടല്ലോ. അമ്മനെ ആന്റി പറഞ്ഞ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ 3 പേർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി കൊടുക്കണം. ആത്മീയ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
ദേശത്ത് അവരുടെ ദൈവത്തിന്റെ വേല അനുഗ്രഹിക്കപ്പെട്ട് ഇത് ചെയ്യാനുള്ള ഒരു കൃപ കൊടുക്കണതിനെ, പ്രത്യേകിച്ച് ഒമ്നിയാന്റിയുടെ കണ്ണിന്റെ പ്രയാസങ്ങളൊക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ പഠന വിഷയത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ കുഞ്ഞു പനിയാൽ ഭാരപ്പെടുന്നു കേട്ടു, പൂർണ്ണമായ ഒരു വിടുതൽ കൊടുക്കണം. അതുപോലെ ഒരു കസിനെ മരണപ്പെട്ട ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഫ്യൂണറുകള് കാര്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കണം. അതുപോലെ സ്ട്രോക്കായി വന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ ഒരു വിടുതലും ബലമൊക്കെ ദൈവം കൊടുത്ത് തിരിച്ച് ജോലിയിലേക്കൊക്കെ മടങ്ങിപ്പോകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ പൈതലിന്റെ വിവാഹ വിഷയം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പൈതലിന്റെ വിസയുടെ കാര്യങ്ങൾ എല്ലാ ക്രമീകരണങ്ങളും ദൈവം ഒരുക്കി കൊടുക്കണം. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അളകൂടാ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകൽവേളയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും ഒരു പകൽക്കാലം കർത്താവെ അങ്ങയെന്ന് സ്തുതിപ്പാനും ബോധ്യപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ജീവൻ തന്ന് ഞങ്ങളെ ഈ രാസുപ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ച കൃപയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയോമന സിസ്റ്ററിന് വേണ്ടി പറഞ്ഞ വിഷയമുണ്ടല്ലോ കർത്താവ്, അവരുടെ മക്കൾക്ക് 3 പേർക്കും നല്ല ജോലികൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്ക സമയത്ത് കർത്താവെ ആഗ്രഹിച്ച പ്രകാരം ജോലികൾ ലഭിച്ച് അവരുടെ ഭാവി അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അതുപോലെ അവരുടെ കർത്താവെ നടത്തുന്ന വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കും. ദേശത്തെ വേല അനുഗ്രഹമായി തീരുവാൻ, അനേകം പേരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർ മൂലം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രിയ സഹോദരിയെ കണ്ണിന്റെ ൊക്കെ ഉണ്ട് കർത്താവ്, എല്ലാം കർത്താവ് മാറ്റിക്കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. തക്ക സമയത്ത് അവിടുന്ന് പ്രവർത്തിപ്പാൻ വിശ്വസ്തനാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പ്രിയാനു തോമസ് പറഞ്ഞതായ വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തന്റെ കസിൻ കർത്താവെ ദില്ലിയിൽ മരിച്ചു. ദൈവമേ, ഈ ബോഡിയൊക്കെയും നാട്ടിലേക്ക് കൊണ്ടുവരുന്നല്ലോ, അതിന്റെ ഫ്രണ്ടൽ സർവീസൊക്കെയും കർത്താവെ തക്ക സമയത്ത് അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഭവനത്തിന് ശാന്തിയും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. എല്ലാ കാര്യവും സന്തോഷിതമായി നടക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ സ്ട്രോക്ക് വന്ന് കർത്താവെ കസിൻ ബ്രദർ അനിൽ എന്ന സഹോദരൻ കർത്താവെ സ്ട്രോക്ക് വന്ന് ആയിരിക്കുന്നില്ല കർത്താവെ. കർത്താവ് വിടുതൽ കൊടുക്കണമേ കർത്താവിന്റെ കരം തൊട്ട് അവിടെ സൗഖ്യവും വിടുതലും ആശ്വാസവും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരം തൊടണമേ കർത്താവെ. എവിടെയായിരുന്നാലും ഇതിനു വേണ്ടിയുടെ കരം തൊടുമ്പോൾ അവിടുന്ന് സൗഖ്യമാണല്ലോ കർത്താവെ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരൻ സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ പ്രിയ മകൾ ഹന്നയുടെ വിവാഹത്തിന് വേണ്ടിയൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ കർത്താവെ. നിന്റെ കരം പ്രവർത്തിക്കുന്ന തക്ക സമയത്ത് ആ വിവാഹമൊക്കെ മംഗളപരമായി നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തക്ക സമയത്ത് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനും വിവാഹത്തിന് വേണ്ടി കടന്നു വരേണ്ടതുണ്ട്. എന്റെ വിഷയൊക്കെയും കർത്താവ് സമയത്ത് തന്നെ ലഭിപ്പാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല നാളുകളായി ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. തക്ക സമയത്ത് കർത്താവ് ഇതിന്മേലെല്ലാം വിടുതൽ നൽകുമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്ന കർത്താവെ. പ്രാർത്ഥനയും യാചനയും കേട്ട കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. സർവ്വേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ, ആമേൻ. ഈ 2 കുടുംബത്തിന്മേലും ദൈവം പ്രാർത്ഥന കേട്ട് അത്ഭുതങ്ങളെ അയച്ചിരിക്കുന്ന നന്മയ്ക്കായി നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇനി ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ വേഗത്തിൽ പറയാം. പ്രാർത്ഥന വിഷയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയാണ്. എന്റെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവനും കന്യാകുമാരിയിലായിരിക്കുന്നു. അവിടെ ട്രിവാൻഡ്രത്തിൽ നിന്നും TD വിട്ടതാണ്. എങ്കിൽ ഈ വർഷത്തൊരു കോഴ്സ് എന്ന് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ഈ ഒരു യൂണിറ്റ് എപ്പോഴും TD വിടുന്ന ഒരു യൂണിറ്റ് ആണ്. അതുകൊണ്ട് അവിടെ ഫാമിലി വെച്ചു അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ പ്രിയപ്പെട്ടവന് ഇപ്പം പ്രയാസപ്പെടുന്നുണ്ട്. എങ്കിലും ഈ ഒരു പ്രമോഷനും കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു കോഴ്സ് കണ്ണൂര് ചെയ്യേണ്ട, അത് ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും ഈ കോഴ്സ് വന്നു കഴിയുമ്പോൾ ഒരു പോസ്റ്റിംഗ് വരും. അത് ആ ട്രിവാൻഡ്രത്ത് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി, അവിടെ എവിടെയെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം.
ഒരു അനുഗ്രഹിക്കപ്പെട്ട യൂണിറ്റ് ലഭിക്കണം. അതുപോലെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൽവിമോന് ഓസ്ട്രേലിയക്ക് കടന്നുപോയി, കുഞ്ഞു ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു. ഓരോ ദിവസവും ടെൻഷനും വിഷമമൊക്കെ ഉണ്ടെങ്കിലും ദൈവനാമത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിച്ച പോലെ കുഞ്ഞ് പറഞ്ഞത് അവനെ ആ കോഴ്സ് തന്നെ ഉറച്ചു പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അവന്റെ എല്ലാ ടെൻഷനുകളും മാറ്റി കുഞ്ഞ് നന്നായി പഠിക്കണം. അതുപോലെ അവനെ CV 2, 3, 4, 5 കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ട് ടൈം ജോബ് ആവശ്യമാണല്ലോ. അവിടെ പഠിക്കുമ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് മെൽബിമോന് വേഗത്തിൽ ദൈവം ക്രമീകരിച്ചു കൊടുക്കണം. അതുപോലെ ആൽബിമോൻ ഇനിയും 13-ാം തീയതി എക്സാം ഉണ്ട്. പ്രിയ കുഞ്ഞിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. കുഞ്ഞും അവൻ പഠിച്ചതിൻ്റെതായിട്ടുള്ളൊരു ജോലിയിലേക്കൊക്കെ കയറണമെന്ന് ആഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ആൽബിമോനും ദൈവം ഒരുക്കി കൊടുക്കണം. പ്രത്യേകിച്ച് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അടിയനും ഇവിടെ ചെങ്ങന്നൂരായിരുന്നു ഇത്രയും ദിവസം. ഇന്ന് പകൽക്കാലം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. രാവിലെ കാലം പോകും. പ്രത്യേകിച്ച് യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. മെൽവിമോൻ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് അങ്ങനെ ട്രെയിൻ യാത്രയൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ മോന്റെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ഒക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പകൽക്കാലം ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രാർത്ഥനയോട് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ എക്സാം നടക്കുന്ന കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിൽ +1, +2 ഒക്കെ എക്സാം നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ടുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഈ 2 വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുകയും സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്ന കർത്താവേ. പ്രിയ ദേവദാസി പറഞ്ഞ വിഷയത്തിന്മേൽ ഞങ്ങൾ ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാവുന്ന കർത്താവെ. പ്രിയ റേച്ചൽ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരിയെ അനുഗ്രഹിക്കണമേ ദൈവമേ. പ്രിയ ഹസ്ബൻഡ് കർത്താവെ, ജോലിയുടെ ആവശ്യത്തിനായി കർത്താവെ കന്യാകുമാരിയിലേക്കൊക്കെ കടന്നു പോകും കർത്താവെ. നിന്റെ മക്കളുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്നല്ലോ. ഒരു പ്രൊമോഷനൊക്കെ ഉണ്ടെന്ന് അറിയുന്നു കർത്താവെ. അതിന്റെ ട്രെയിനിങ് ഒക്കെ ഉണ്ടല്ലോ കർത്താവെ. ആ ട്രെയിനിങ് എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, നല്ല പ്രൊമോഷൻ ലഭിക്കാനും ഒക്കെ ഇടയാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കുടുംബജീവിതത്തെ ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൽവിൻ മോന് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവെ. പ്രിയ പൈതലിനെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവിടെ കടന്നുപോയി ഒരു കോഴ്സ് എടുത്തു. ആ കോഴ്സ് തന്നെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. ആ കോഴ്സ് അനുഗ്രഹമായി കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലിക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നു കർത്താവെ. പാർട്ട് ടൈമായി ജോലിയൊക്കെ ആവശ്യമാകുന്നുവല്ലോ കർത്താവെ. അതിനുള്ള CV ഒക്കെ കൊടുത്ത് കർത്താവെ നല്ല ജോലി ലഭിപ്പാൻ ദൈവമേ നിന്റെ മകനെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആൽബിൻ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ നിന്റെ മകനായിരിക്കുന്ന സ്ഥാനം ദൈവം കാത്തു പരിപാലിച്ചു കൊള്ളണമേ. 13-ാം തീയതി ഒരു എക്സാം ഉണ്ടല്ലോ. ആ എക്സാം അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പ്രിയ മകളെ ഇന്ന് തിരുവനന്തപുരത്തേക്ക് കർത്താവെ യാത്ര പോകുന്നു കർത്താവെ. ധനിയാവുന്നു കർത്താവെ. യാത്രയിൽ കൂടുതൽ സഹായിക്കണമേ. സൗഖ്യത്തോടെ ക്ഷേമത്തോടെ കടന്നു ചെല്ലുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പ്രിയ എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. ബോർഡ് എക്സാം എഴുതുന്ന 10ലും 11ലും 12ലും ഡിഗ്രി തലത്തിലൊക്കെയും എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചൂടിന്റെ പ്രയാസമൊക്കെ ആയെങ്കിലും സ്വർഗത്തിലെ അപ്പച്ച കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നന്നായി എഴുതുവാനുള്ള കൃപ അവർക്കൊക്കെയും ദൈവം നൽകി കൊടുക്കണമേ. ബുദ്ധിയും ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവ്. ഓരോ ക്വസ്റ്റ്യനും വായിച്ച് അതിന്റെ തക്ക ആൻസർ എഴുതുവാനുള്ള കൃപ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു നല്ല വിജയം കാണുവാനും അടുത്ത നല്ല അഡ്മിഷൻ കിടക്കുവാനും ഒക്കെ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവപ്പച്ചൻ. ഈ 2 വിഷയങ്ങളും ദൈവമേ ഈ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവകരമായ വിടുതല് അയച്ചിരിക്കുന്ന നന്മയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഒരുമിച്ച്. ഹല്ലേലൂയ. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ബെൻസൺ പാസ്റ്ററിനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ബിന്ദുശേഷന് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന ഒരു ദൈവദാസിയാണ്. ഈ ദിവസങ്ങളില് ബിന്ദുസിനൊരു പൂർണ്ണമായൊരു സൗഖ്യം ദൈവം അയക്കണം. പൂർണ്ണമായൊരു വിടുതല്. ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകൾ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഭാരങ്ങള്, അതുപോലെ ഇന്നലെ ബെൻസൺ പാസ്റ്റർ പറഞ്ഞതിൽ ഉറക്കമില്ലാത്ത അവസ്ഥകള്, അതിനൊക്കെ പൂർണ്ണമായ സൗഖ്യവും വിടുതലും ഒക്കെ കൊടുത്ത് ആ കിടക്ക് വിട്ടെഴുന്നേറ്റ് എന്റെ കർത്താവിനെ ഒരുമിച്ച് സ്തുതിപ്പാനുള്ളൊരു കൃപ കൊടുക്കേണ്ടതിനെ പ്രത്യേകിച്ച് ബിന്ദുസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ എക്സാമുകളൊക്കെ നടക്കുന്നു. കുഞ്ഞുങ്ങളെ യാതൊരു വിധത്തിലും ഭാരപ്പെടുവാൻ ദൈവം അനുവദിക്കരുത്. മാതാവിന്റെ ഈ പ്രയാസങ്ങളൊന്നും കുഞ്ഞുങ്ങളെ അലട്ടുവാൻ അനുവദിക്കാതെ
കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പഠിക്കുവാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം, കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാധ്വനി എന്ന ഈ പ്രെയർ ഗ്രൂപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഓരോ ദിവസവും അടിക്കടി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അത് മുന്നേറുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥനാധ്വനി എന്ന പ്രെയർ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനകത്ത് ഉള്ള എല്ലാ ചാപ്റ്ററുകളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. അതിനകത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. ഈ 2 വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും അർത്ഥമായ പ്രഭാതത്തിനാണ് ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടി എന്റെ അപ്പന്റെ പാദപത്തിൽ കടന്നു വന്ന ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ അറിയിപ്പാൻ തന്ന ദയക്കും കൃപയ്ക്കുമായി സ്തോത്രം ചെയ്യുന്ന താഴ്ത്തുന്നു. അതിന്റെ ജീവിതത്തിൽ എല്ലാ കുറവും ക്ഷമിക്കണമേ കർത്താവേ. തടസ്സമായിരിക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ പരിപാടി ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ. എന്റെ അപ്പച്ചനെ താരങ്ങളിലേക്ക് ഏൽപ്പിക്കണം നാഥ. നീ ഇത്രത്തോളം സഹായിച്ചിടങ്ങൾക്കായ സ്തോത്രം കർത്താവേ. ദൈവമേ, കൊടുത്ത വിടുതലിനായ സ്തോത്രം കർത്താവേ. നീ ദൈവമേ മേൽക്കുമേൽ അനുഗ്രഹപ്പെടുത്തിയും പ്രാപിച്ച അങ്ങേക്ക് ഹിതമുള്ള രീതിയിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ പിടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്നേഹകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൊടുത്ത വിടുതലിനായ സ്തോത്രം കർത്താവേ. ദൈവമേ, സ്വതന്ത്രം തന്റെ ദാസ്യതയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികം മാനസികമായ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും എന്റെ പിതാവ് വിട്ടുവെച്ച് ഉറപ്പും ധൈര്യത്തോടെ എഴുന്നേറ്റ് കർത്താവേ ഈ പ്രാർത്ഥനാ ധ്വനിയിൽ ദൈവമേ സ്തോത്രം ഹാലേലൂയ ചെയ്യുവാൻ ഞങ്ങൾക്ക് ദൈവമേ സ്തോത്രം ഞങ്ങളുടെ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുത്ത് ദൈവമേ തിരുസന്നിധിയിൽ സമർപ്പിക്കാനൊക്കെയും തന്റെ ദാസയെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. ശരീരത്തിനോ മനസ്സിനെ യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കടന്നു വരില്ല കർത്താവെ. എന്റെ അപ്പൻ കൊടുത്ത വിടുതലിനെ ഓർത്ത് എത്ര സ്തുതിച്ചാലും മന്നിച്ചാലും മതി വരില്ല. എന്റെ അപ്പച്ചന് കഴിയാത്ത ഒരു കാര്യവുമില്ല കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതിന്റെ പിതാവാണ് ദൈവമേ. മനുഷ്യല്ല അസാധ്യം എന്റെ പിതാവിന് സാധ്യമാണ് കർത്താവെ. എന്റെ ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ ഉവ്വെന്ന് തന്നെയാണ് കർത്താവെ. ദൈവമേ സ്തോത്രം ഹാലേലൂയ. നല്ല ഉറക്കം കൊടുക്കുമാറാകണമേ കർത്താവെ. ആ കാലിന്റെ വേദനകൾക്കൊക്കെ ദൈവം മാറ്റം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, വേഗത്തിലോടുന്ന വചനം ദൈവമേ ക്രിയ ചെയ്യുമാറാകണമേ കർത്താവെ. മുറിവിന്റെ ഉള്ളറകളിലേക്ക് കർത്താവിന്റെ വചനം ക്രിയ ചെയ്യണമേ. ആ മാംസമെല്ലാം ഉണങ്ങണമേ കർത്താവെ. സാധാരണ ദൈവം കൊടുത്ത കാലുകള്, ദൈവം കൊടുത്ത സൃഷ്ടിച്ച കാലുകൾ പോലെ തന്നെ ദൈവമേ ഹല്ലേലൂയ. ആ നരിയാണികൾ ഉറച്ച് ദൈവമേ നിൽപ്പാനുള്ള ശേഷിയും കരുത്തും ബലവും ദൈവം കൊടുക്കണമേ കർത്താവെ. എന്റെ ദൈവമേ സ്വതന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമായില്ലിന്റെ വേദനകളെല്ലാം ദൈവം മാറ്റില്ല. എന്നാൽ കർത്താവെ ആ ഹല്ലേലൂയ സ്തോത്രം കെട്ടിക്കിടന്ന വെള്ളം പൊട്ടിപ്പോകുവാൻ ദൈവം കൊടുത്ത കൃപകൾക്കായി സ്തോത്രം. ദൈവമേ, എന്റെ ദൈവത്തിന് ഹല്ലേലൂയ. ആ ദൈവം എത്ര വലുതാണ് അപ്പച്ചാ സ്തോത്രം ഹല്ലേലൂയ. എന്റെ ദൈവമേ, അനുമേലാൽ കർത്താവെ ആ ശരീരത്തിനോ മനസ്സിനോ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല അപ്പ. നല്ല ഉറക്കം കൊടുക്കുമാറാകണമേ എന്നടി ഞങ്ങളുടെ പ്രാർത്ഥന സംഭാഷനായ സ്തോത്രം ചെയ്യുന്നു. ഏൽപ്പിച്ച ദൗത്യം നിർവടിയായി ചെയ്യുവാനുള്ള കൃപ കൊടുക്കണമേ കർത്താവെ. ആത്മീയ ബോധ്യമായിട്ടെല്ലാം മേൽ ദൈവ സാന്നിധ്യം കൂടിയണം, പോക്കുവരവിൽ കൂടെ ഇരിക്കണമേ. ഏൽപ്പിച്ച സഭയെ ഏൽപ്പിക്കുന്നു, ദൈവമക്കളെ ഏൽപ്പിക്കുന്നു കർത്താവ്. വസിക്കുന്ന ദേശത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്റെ കർത്താവ് എനിക്ക് ഒരു ശത്രു പോലും ദൃഷ്ടി കൊന്നുവാൻ ദിവസമ്മതിയിലോ ശത്രു ദൃഷ്ടിവാക്കുവാനോ ദുഷ്ടൻ കാണുവാനോ ഇടവരുത്താതെ ഞങ്ങളുടെ കൂടാരമരവിൽ ദാസനെ കുടുംബമായിട്ട് മറിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ സ്വത്രം കുഞ്ഞുങ്ങളെ ഇരുവരെയും കരങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ബുദ്ധി കൊടുക്കണം, ജ്ഞാനം കൊടുക്കണമേ. മാതാപിതാക്കൾ ദൈവമേ ഹാലിൽ കാണിച്ച പാത പിൻപറ്റി ഉറപ്പോടെ ധൈര്യത്തോടെ നിൽപ്പാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പരീക്ഷ എഴുതുവാൻ ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ കർത്താവ്. 30 പരീക്ഷ കഴിഞ്ഞു കർത്താവ് പ്രയാസമുണ്ടെന്ന് കേട്ടാൽ കുഞ്ഞെഴുതിയ വിഷയങ്ങളെല്ലാം നല്ല മാർക്കോടെ പാസ്സുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പൂർണ്ണമായ വിശ്വസിച്ച ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹാലേലൂയ. ദൈവം അങ്ങനെ കർത്താവെ ശുശ്രൂഷിക്കാൻ കടന്നു വരുന്ന ആന്റിക്ക് സ്തോത്രം ചെയ്ത് കർത്താവെ യാത്രയിൽ കൂടിയിരിക്കണം. ദൈവമേ, ഭവനത്തിൽ തള്ളിയെത്തി ദൈവദാസ്യ ശുശ്രൂഷിക്കാൻ കൃപ കൊടുക്കണമേ. എല്ലാം തന്മയത്വത്തോടെ ചില ബുദ്ധിയും പരിജ്ഞാനവും കൊടുത്ത് ദൈവദാസ്യ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിതമേ ഹല്ലേലൂയ. പ്രാർത്ഥന അതിന്റെ ചാപ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സ്വത്രം അനേകം ദൈവമേ സ്ഥലങ്ങളിലേക്ക് ഇത് പടർന്ന് ബന്ധലിപ്പാനിട അനേകർക്ക് ആശ്വാസമായി തീരുമാനിക്കുന്ന കർത്താവെ. ദൈവമേനിയും കർത്താവെ ദൈവം ഓരോ രാജ്യങ്ങളിലേക്കും പടർന്ന് ദൈവമേ ഇത് ഹാലേലൂയ വലിയൊരു പ്രസ്ഥാനമായി തീരുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ കടന്നില്ലാത്ത ദേശങ്ങളിലേക്ക് ദൈവമേ കടന്നു ചെന്ന് ആമേൻ ഹാലേലൂയ വലിയൊരു ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനാ ഗ്രൂപ്പായി ആമേൻ ഇത് പടർന്ന് പന്തലിപ്പാൻ ദൈവടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിനായിട്ട് ദൈവം നിയോഗിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സമസ്ത വിഷയങ്ങൾ അപ്പന്റെ പെൺപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടി തന്നിരിക്കാൽ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ ദൈവം നിൽക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ആമേൻ 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 ആമേൻ. നമ്മുടെ ബന്ധുവിനെ പൂർണ്ണമായ ഒരു സൗഖ്യം ദൈവം കൊടുക്കുന്നതിനായി ഈ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം സ്വയം ശ്രദ്ധ വെച്ച് കേട്ട് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നതിനായി നമ്മൾ
ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ആർക്കെങ്കിലും ഇനി പ്രാർത്ഥന വിഷയമുണ്ടോ? ഇല്ല എങ്കില് നമുക്ക് നമ്മുടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആർക്കും വിഷയങ്ങളില്ലാഞ്ഞിട്ടല്ല, എങ്കിലും എല്ലാ ദിവസവും ഹലോ, ഞാൻ അമ്മണി രാജനാണ്. എനിക്കെങ്കും നല്ല തലവേദനയാല ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം ആന്റി, പ്രാർത്ഥിക്കാം. ആന്റി പറഞ്ഞ വിഷയങ്ങൾ കേട്ടല്ലോ. എല്ലാ ദിവസവും ഓരോ ദൈവനാമത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ ആണ്. എങ്കിലും ആന്റി ഓർത്ത് പ്രാർത്ഥിക്കാം, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തലവേദന അസ്വസ്ഥ ഭാരപ്പെടുന്നു എന്ന് കേട്ടല്ലോ. പൂർണ്ണമായ ഒരു സൗഖ്യം പ്രിയ ആന്റിക്ക് കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബമായ ദൈവം അവരെ സഹായിക്കണം. കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്തൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അറിയാലോ. കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ജോലിയൊക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങള് ഒക്കെ ദൈവം കേട്ട ദൈവം ഓരോ ഭവനത്തിനകത്തും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ അതിനകത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ വിശ്വാസംബന്ധമായ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് ജയസന്നിധിയിൽ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി വീണ്ടും നന്ദി നിറയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ എല്ലാവരെയും അതിശയമായി സ്വർഗീയ പിതാവ് കാത്തു പരിപാലിച്ചതിനായി വീണ്ടും നന്ദി നിറയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അമ്മണി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, തലവേദനയാൽ ഭാരപ്പെട്ട് കഴിയുന്നല്ലോ. കർത്താവെ, പരിപൂർണമായ സൗഖ്യത്തെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. മക്കളുമാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. വിസയുടെ ആവശ്യമുള്ളവർക്ക് കർത്താവെ തക്ക സമയത്ത് വിസ നൽകി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, സ്തോത്രം. വ്യക്തിപരമായും കുടുംബപരമായവരെ കർത്താവിൻ്റെ കരങ്ങൾ കാത്തു പരിപാലിച്ച് ഓർമ്മയെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിപൂർണമായ സൗഖ്യത്തെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംഭാഷണയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവെ, ഉയരത്തുള്ള കൃപശക്തമായ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. ദൈവമേ, പരിപൂർണമായ സൗഖ്യത്തെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുമാരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കാൻ സ്തോത്രം. മറുപടി നൽകത്തെന്ന് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മാതിരി നാമത്തിൽ തന്നെ, ആമേൻ. പൂർണ്ണമായ ഒരു വിടുതൽ കർത്താവ് കൊടുക്കുന്നതിനായി, അതുപോലെ എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നതിനായി, എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് വേഗം മറുപടി അയക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. അതുപോലെ എനിക്കൊരു പ്രാർത്ഥനാ വിഷയം കൂടെ. എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒത്തിരിയും കുറവുണ്ട്. ഈ 10-ാം തീയതി വീണ്ടും ചെക്കപ്പിനായി പരുമല ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകും. ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ക്രിയാറ്റിൻ അന്ന് നോക്കി 2.2 ആയിരുന്നു. നീ നോക്കുമ്പോൾ ഒരു പൂർണ്ണമായ ഒരു സൗഖ്യം അതിനകത്ത് ദൈവം കൽപ്പിച്ചു എന്ന് കേൾക്കണം. പ്രത്യേകിച്ച് സണ്ണി എന്ന് പറയുന്ന ബ്രദറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ എൻ്റെ ചേച്ചിയുടെ മോള് ഇവിടെ TCC വർക്ക് ചെയ്യായിരുന്നു, അവളെ ഇൻഫോ പാർക്കിൽ എറണാകുളത്ത്. അങ്ങനെ അവരെ കമ്പനി 2 വർഷത്തേന് സ്വീഡനിലേക്ക് വിട്ടേക്കുമായിരുന്നു മോളെ. അവിടെ ഇപ്പം ജൂൺ ജൂലൈ വരെ അവിടെ പീരിയഡ് ടൈമാണ് അവിടെ ജോലി ചെയ്യുന്നത്. എങ്കിലും കുറച്ച് തമിഴരായിട്ടുള്ള കുറച്ച് ജോലിക്കാർ അവിടെ ഉണ്ട്. കുഞ്ഞ് നന്നായി എല്ലാം എഫിഷ്യൻ്റ് ആയിട്ട് ജോലിയൊക്കെ ചെയ്യും. അത് കുഞ്ഞിനോടൊരു വലിയൊരു പ്രയാസത്തിലാണ് ഇപ്പം. അതുകൊണ്ട് അടുത്ത മാസത്തേക്ക് കുഞ്ഞിനെ നാട്ടിൽ വിടണം. നാട്ടിൽ വന്നാലും ഒക്കെ ഇവിടുത്തെ ജോലിയുണ്ട്. എങ്കിലും കുഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി അവൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സ്വീഡനിലും ജർമ്മനിയിലും ഒക്കെ കുഞ്ഞിന്റെ CV കൊടുത്തിട്ടുണ്ട്. എവിടുന്നെങ്കിലും കുഞ്ഞിന് വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി അവിടുന്ന് വെളിപ്പെടണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വൈദ്യന്റെ മേൽ ദൈവീയ വായിക്കത്തുള്ളതാണ്. ദൈവം ഒരത്ഭുതം ചെയ്യണം. സ്റ്റെഫി എന്നാണ് ആ കുഞ്ഞിന്റെ
കുഞ്ഞിന്റെ പേര് പ്രത്യേകിച്ച് മോളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ അവളുടെ ചേച്ചിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചത്, പ്രഗ്നന്റ് ആയിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. സുമി എന്നാണ് കുഞ്ഞിന്റെ പേര്. അവള് 7.6 ഉള്ള ഒരു ഫൈബ്രോയിഡ് ആണ് കുഞ്ഞിന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഇച്ചിരി പാടാണ് എന്നാണ് പറഞ്ഞതെങ്കിലും ദൈവത്തിന്റെ ഒരു അത്ഭുതകരം അതിനകത്ത് ചലിക്കണം. അല്പം ചെറിയൊരു ബ്ലീഡിങ്ങിന്റെ സ്പോട്ടും കണ്ടിട്ടുണ്ട് എന്നാണ് സ്കാനിങ്ങിൽ പറഞ്ഞത്. ഇപ്പോൾ 1 മാസത്തിന് ജോലിക്ക് പോകാതെ, അവള് എഞ്ചിനീയർ ആണ്, ഇപ്പോൾ 1 മാസം അവള് ലീവ് എടുത്ത് വീട്ടിൽ ബെഡ് റെസ്റ്റോടെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. യാതൊരു വിഷമങ്ങളോ ഭാരങ്ങളോ ഒന്നും പ്രിയ പൈതലിനുണ്ടാകരുത്. പ്രത്യേകിച്ച് ആ ഒരു വിഷയം പ്രാർത്ഥിക്കണം. എന്റെ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ക്രിയാറ്റിൻ ലെവലൊക്കെ കുറയണം. അതുപോലെ കുഞ്ഞുങ്ങളെ 2 പേരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്കും പൈതലിന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഡെലിവറി ഒക്കെ കൊടുക്കണം. അവൾക്ക് കൊടുത്തിരിക്കുന്ന കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കിട്ടണം. പ്രിയ സ്റ്റെഫി ഓർത്ത് പ്രാർത്ഥിക്കണം. അവൾക്കും അവിടെ എവിടെയെങ്കിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട ജോലി ദൈവം കൊടുക്കണം. ഈ 3 വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പരമ പിതാവേ, എൻ്റെ അപ്പച്ചാ, പിന്നെയും കർത്താവേ, അപ്പച്ചാ, ഈ പ്രാർത്ഥനയുടെ തരണിൽ കർത്താവേ ആയിരിക്കുന്ന ഗുണം കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, പറയപ്പെട്ട വിഷയങ്ങളെ അപ്പച്ചാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അനുഗ്രഹത്തിനും നരസമായിട്ട് ജീവിതത്തിലെ കുറവുള്ള കണക്കിടാതെ വേണം കർത്താവേ മക്കളോട് കരുണ ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, അപ്പാ, ഹല്ലേലൂയ. കർത്താവേ, സന്നെ എന്ന് പറഞ്ഞ കർത്താവേ, രചനസിന്റെ കർത്താവേ സഹോദരനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ, ക്രിയേറ്റ് ലെവലൊക്കെ കർത്താവേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ഹൈ ആയിരുന്നു. എന്നാൽ കർത്താവ് അത് 2.2 ആകുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവേ, ദൈവമേ, അടുത്ത 10ാം തീയതി ചെക്കപ്പ് ഉണ്ടല്ലോ. കർത്താവെ, കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ അവിടെ പല ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലെന്ന് കാണുവാനും ക്രിയേറ്റ് ലെവൽ നോർമലായി കാണുവാനും കർത്താവെ ഒരത്ഭുതം കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. ബലമുള്ള കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, സ്തോത്രം. ഇത്രത്തോളം പിടിപ്പിച്ച ദൈവം പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുവാൻ കർത്താവെ മര്യാദയുമായിരിക്കും നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ, സ്വീഡനിലായിരിക്കും കർത്താവെ സ്റ്റെഫി എന്ന് പറഞ്ഞ കർത്താവെ പ്രിയ കുഞ്ഞിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം സ്തോത്രം. കർത്താവെ, ദൈവമേ, അപ്പാ അവൾക്ക് കർത്താവെ 2-3 മാസം കൂടെയാണല്ലോ കർത്താവെ അവിടെ ജോലിയുണ്ടല്ലോ. കർത്താവെ, കുഞ്ഞു കർത്താവെ അവിടെ തന്നെ പലയിടങ്ങളിലും കർത്താവെ തന്റെ സിവിയൊക്കെ കൊടുത്തിരിക്കുന്നല്ലോ. കർത്താവെ, ദൈവമേ, ദൈവഹിത പ്രകാരം കർത്താവെ ആ കുഞ്ഞിന് കർത്താവെ നല്ലൊരു ജോലി കർത്താവെ ആ പ്രദേശത്ത് തന്നെ ലഭിക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ദൈവഹിതമെങ്കിൽ കർത്താവെ അപ്രകാരം തന്നെ കർത്താവെ അവിടുന്ന് കാര്യങ്ങളെ ക്രമീകരിച്ചു കൊടുത്ത് കർത്താവെ അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, എളിയുടെ കർത്താവെ പ്രാർത്ഥന നിരസിക്കാത്ത ദൈവം, ഹല്ലേലൂയ. കർത്താവെ, ആ കുഞ്ഞിന് വേണ്ടി ഒരത്ഭുതം അവളെ പ്രവർത്തിച്ച് കർത്താവെ, ദൈവമേ, കുഞ്ഞിന്റെ ആഗ്രഹപ്രകാരം അവിടെ തുടർന്ന് പോകാൻ കർത്താവ് വഴിവാതിൽ തുറന്നു അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്ര അപ്പച്ച. അതുപോലെ തന്നെ കർത്താവെ, സുമേ എന്ന് പറഞ്ഞ കർത്താവെ പ്രിയ കർത്താവെ ദാസിക്കായ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, പ്രിയദാസിയും കർത്താവെ അപ്പാ, ഹല്ലേലൂയ കാര്യങ്ങളാണല്ലോ കർത്താവെ. 4 കർത്താവെ അപ്പാ യൂത്രത്തിൽ കർത്താവെ വലിയൊരു കർത്താവെ ഫൈബ്രോയിഡ് ഉണ്ടല്ലോ കർത്താവെ, ദൈവമേ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് അറിയാതെ അല്ലല്ലോ കർത്താവെ, ദൈവമേ, അവിടുന്ന് ആ പ്രതിഫലത്തെ കൊടുത്തിരിക്കുന്ന കർത്താവെ, ദൈവമേ, കർത്താവെ അപ്പാ ഫൈബ്രോയിഡ് ചുരുങ്ങാൻ കൊണ്ട് എൻ്റെ കർത്താവ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, യാതൊരു കുഴപ്പം കൂടാതെ കർത്താവെ ഊനമില്ലാത്ത ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവെ തക്ക സമയത്ത് ലഭിച്ചു കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് കൃപയെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോഴും ബെഡ് റെസ്റ്റിലാണല്ലോ കർത്താവെ. അപ്പോൾ ആ ബ്ലീഡിങ്ങിന്റെ എല്ലാ പ്രയാസത്തിൽ നിന്നും കർത്താവ് വിടുവിച്ചൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കണം കർത്താവെ. ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ 3 വിഷയങ്ങളിൽ പ്രാവശ്യപ്പത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവെ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവെ, അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. സകലേശ കർത്താവിന്റെ നാമത്തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. ആമേൻ 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 ആമേൻ. ഈ 3 വിഷയങ്ങൾ മേലും ദൈവത്തിന്റെ അത്ഭുതം ചലിച്ചിരിക്കുന്ന എന്നൊക്കെയായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ ഉള്ള ദൈവദാസന്മാര് കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വേല ചെയ്യുന്നതിന് വേണ്ടി
ദേവദാസന്മാരെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ജയിലറകളിൽ കഴിയുന്ന ദേവദാസന്മാരെ ദൈവ മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെടണം. അനുഗ്രഹിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ അവിടെ സ്വാതന്ത്ര്യം കിട്ടണം. അങ്ങനെയുള്ള നിയമങ്ങൾ അവിടെ വരണം. അധികാരികളോട് ദൈവം ഇടപെടണം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു സമാധാനം അവിടെ ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട നീതിയോടെ ദൈവമക്കൾക്ക് അനുകൂലമായ നീതി നടപ്പാക്കേണ്ട ഭരണാധികാരികളോട് ദൈവം ഇടപെടണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തിലെ ഓരോ ദിവസവും ന്യൂസുകൾ കേൾക്കുമ്പോൾ മാനസികമായി തകർന്നു പോവുകയാണ്. എത്രയോ കുഞ്ഞുങ്ങളാണ്, എത്രയോ യൗവനക്കാര് കുഞ്ഞുങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊടുന്നനെയുള്ള ആപത്തുകള്, അനർത്ഥങ്ങള്, അതുപോലെ ലഹരിക്കടിമപ്പെട്ട് എത്രയോ കുഞ്ഞുങ്ങള് റോഡുകളിൽ നിന്ന് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ വളരെ വിഷമമാണ്. നമ്മുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ദൈവഹിതപ്രകാരമുള്ള ഒരു നിയമം വരണം. ഭരണഘടനകളൊക്കെ മാറി ഇതിനെതിരായിട്ടൊക്കെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട നിയമങ്ങൾ വരണം. പ്രത്യേകിച്ച് കേരളത്തില് ഒരു സമാധാനം ഉണ്ടാകണം. പ്രത്യേകിച്ച് നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അതുപോലെ കേരളത്തിലെ നമ്മള് ദേവദാസന്മാരൊക്കെ പരസ്യയോഗങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പ്രയാസമുണ്ടാക്കി ആ പരസ്യയോഗമൊക്കെ നടത്താതിരിക്കുന്നതിന് വേണ്ടിയൊക്കെ കേരളത്തിൽ എത്രയോ ദേവദാസന്മാര് ഓരോ സ്ഥലങ്ങളിലും പരസ്യയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ചെന്ന് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടാകാതെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വേല ചെയ്യണം. ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ള സുവിശേഷീകരണം നടക്കണം. ഈ വിഷയങ്ങളെയൊക്കെ ഓർത്ത് ആർക്കെങ്കിലും വേഗത്തിൽ പ്രാർത്ഥിക്കും. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു. രാവിലെ തോറും നിന്റെ ദയാരാത്രി ഓരോ വിശ്വസ്തയ സ്തോത്രം. ദൈവം ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് ധാരാളമായി അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. കടന്നു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവമേ അവിടുന്ന് അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാപിക്കാൻ ദൈവം കൃപയുന്നതിനായ സ്തോത്രം. കർത്താവിന്റെ മകളിലൂടെ പ്രസ്താവിച്ച വിഷയങ്ങൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നോർത്തിന്റെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വളരെയധികം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന ദേവാസന്മാര് സ്തോത്രം ചിലരെ കിടക്കുന്നവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെയും സഹായിക്കുമാറുണ്ട്. പ്രാർത്ഥനയുടെ ഭയം മാറിപ്പോകട്ടെ കർത്താവ്. അവരൊരിക്കൽ പിന്മാറിപ്പോകാൻ അനുവദിക്കല്ലേ. വളരെ കഷ്ടത്തിലൂടെ നിന്റെ വേല ചെയ്യുന്നവരെ നീ ഓർക്കണമേ. അവരുടെ തലമുറകൾക്ക് പഠിക്കുവാനുള്ള സാമ്പത്തികമായും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ വിടിയിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ തരമേ ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങളുടെ രാജ്യത്തുണ്ടാവാൻ തക്ക ദൈവമേ കൃപ ചെയ്യുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. ദൈവമേ സുവിശേഷ വർദ്ധിച്ചു വരുവാൻ തക്കോത്തല ദൈവമേ കൃപ ചെയ്യുമാറാണ് കർത്താവ. പല സ്റ്റേറ്റുകളിലും പലവിധമായ എതിരുകളും പോരുകളും ഭർത്താവുണ്ടല്ലോ. അപ്പൊ അതിനെല്ലാം വിടുതൽ കൊടുക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ദൈവമേ അധികാരികളെ എല്ലാം ഏൽപ്പിക്കുന്നു. ദൈവമേ സ്തോത്രം. ദൈവമേ പോരിട്ട് നിൽക്കുന്ന ദുഷ്ടശക്തിയിൽ നിന്ന് അവരെ വിടേക്കുമാറിന്, ജാതിക പോരന് വിടേക്കുമാറിന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവനും സുഖമായി പ്രസ്താവിക്കാൻ തൊക്കെ ദൈവമേ സ്തോത്രം. ദൈവതങ്ങളെ സഹായിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വില വർദ്ധിച്ചു വരട്ടെ കർത്താവ്. ദൈവമേ സ്തോത്രം. ഇതുകൊണ്ടൊന്നും പിന്മാറിപ്പോകാണ്ട് ദേവസ്മാരെ ധൈര്യപ്പെടുത്തുമാറണമേ. അവർക്ക് ഉറപ്പും ധൈര്യം പ്രദാനം ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ സ്തോത്രം. കേരളത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും പല പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ ദൈവമേ സ്തോത്രം. സ്വാതന്ത്ര്യത്തോടെ വേല ചെയ്യുവാൻ തക്കതിന് കേരളത്തെ ഇനി ഒരുക്കണമേ കർത്താവപ്പ. പരസ്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനെ ദൈവമേ വിമർശിക്കുകയും അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ജീവിതങ്ങളോട് ദൈവം വ്യക്തമായിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ കർത്താവെ നാഥ, കേരളത്തിലെ ഭയങ്കരമായ അവസരങ്ങളൊക്കെ ഭയങ്കരമായ അവസ്ഥയാണല്ലോ കർത്താവ്. പാതമേ നാഥ, മദ്യത്തിന് മയക്കുമരുന്ന് മൊബൈലിനൊക്കെ അഡിക്റ്റ് ആയ കുഞ്ഞുങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, എൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റു അതേമേ സ്വന്തം ജനത്തെ പോലും അറിയാൻ പാടില്ലാത്ത രീതിയിൽ അവർ തമ്മിൽ പല റാഗിങ്ങൊക്കെ നടത്തി അതുപോലെ പലവിധമായ കുറ്റകൃത്യങ്ങളിലൂടെ ചെയ്യേണ്ടാത്തതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ദൈവമേ സ്തോത്രം. മക്കളെ കുറിച്ച് ഭയങ്കരമായൊരു അവസ്ഥയാണല്ലോ കർത്താവ് മാതാപിതാക്കൾക്ക് അനുഭവമായി കേൾക്കുന്നത് കർത്താവെ സ്തോത്രം. ഇതെല്ലാം പിന്മാറിപ്പോവാൻ ദൈവഭയത്തിൽ അവർ വളർന്നു വരുവാൻ ദൈവനും കേട്ട് മാനസാന്തരപ്പെടുവാൻ ദൈവനെ അവരെല്ലാം ഒരുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും മൊബൈലിലും ദൈവമേ സ്തോത്രം നിയന്ത്രണം കൊടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അധികാരികൾ അതിനായിട്ട് നിയമങ്ങൾ കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യുന്ന ദൈവത്തോട് പ്രാർത്ഥന. സമാധാനം ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങളുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ കർത്താവ്. ദൈവമേ സ്തോത്രം. കുഞ്ഞുങ്ങളെ യാത്രയെല്ലാം കൂട്ടിയിരിക്കണം പരീക്ഷാക്കാലം കർത്താവെ സ്തോത്രം. ദൈവമേ സ്തോത്രം. എക്സാമൊക്കെ തന്നിൽ പഠിച്ചെഴുതുവാൻ തൊക്കെ ദൈവം ഭാവി അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം.
ഒരു കുഞ്ഞു പോലും നശിക്കുവാൻ ദൈവം അനുവദിക്കല്ലേ കർത്താവ്. ദൈവമേ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ മാതാപിതാക്കളുടെ കണ്ണീരുകൾ മാനിക്കണമേ കർത്താവ്. കൃപ തോന്നി വിടിയിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ പരാജയം അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്. ദൈവകരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളും ഏൽപ്പി ക്രിസ്ത്യ രാജ്യമാക്കി തീർക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നേരുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ സൂം മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമാക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഓപ്പൺ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന മക്കളാക്കി എല്ലാവരെയും തീർക്കുമാർ, അധികാരികളെ അതിനായിട്ട് ഒരുക്കുമാർ, നിയമങ്ങളെ അതിനായി കൊണ്ടുവരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. നാഥനെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനെ ഞങ്ങളെ കടന്നു വന്ന മക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാൻ നിറയ്ക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. അവിടുന്ന് വിടുതൽ തന്നെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിന്റെ തന്നെ ആമീൻ ആമീൻ ആമീൻ. ദൈവം പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. മഹാപരിശുദ്ധനും കാരണവനുമായ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഈ പ്രയർ ഗ്രൂപ്പായി ഞങ്ങൾക്ക് ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവ് ദാനം തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന സമയം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം ഒരിക്കൽ എന്നൊക്കെ ദൈവത്തെ സ്തുതിക്കുന്ന സംഭവങ്ങളെ കൊണ്ട് വരുന്ന ലോകങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഒരു പ്രഭാതം കൂടെ കർത്താപ്പച്ചൻ ദാനം തന്ന ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് കർത്താവെ സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടു. അതിനൊക്കെ ദൈവം മറുപടി അയച്ചിരിക്കുന്ന എന്നൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രത്തോളം ബലപ്പെടുത്തിയ നന്മൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. പാട്ടുകളെ പാടി ആരാധിപ്പ കർത്താവെ. പ്രിയാഞ്ജൽ സിസ്റ്ററിനെ ബലപ്പെടുത്തിയ എന്നൊക്കെ സ്തോത്രം കർത്താവെ. ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. ഈ പ്രയർ ഗ്രൂപ്പ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് മുന്നേറുവാൻ ദൈവം സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൂടി വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരുടെയും വിഷയങ്ങളെ ദൈവം അവിടുന്ന് അറിയുന്നില്ല കർത്താവെ. ഒറ്റയ്ക്ക് വിശ്വാസ ജീവിതത്തിൽ വന്ന മക്കളുണ്ട് കർത്താവെ. അവരെയൊക്കെ ദൈവം ആദരിക്കണം കർത്താവെ. കുടുംബമായ ദൈവത്തെ ആരാധിപ്പാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കണമേ. രോഗികളെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം വിടുതലും ഒക്കെ കൊടുത്ത് ആദരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥി. വിശ്വാസ സംബന്ധമായി ഭാരപ്പെടുന്ന തലമുറകളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥി. എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ നീതി അവിടുന്ന് വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. പ്രത്യേകിച്ചുമായിട്ട് നടക്കുന്ന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബെൻസഭാഷ കുടുംബത്തിലൂടെ പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യം കൊണ്ട് ദൈവസന്നിധിയിൽ അവരെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. തലമുറകളെ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രിയ ബിന്ദുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ഒരു സൗഖ്യം ഉച്ച തൊട്ടുള്ളം കാൽ വരെ എന്റെ കർത്താവിന്റെ കരം ചലിക്കുന്ന നന്മയ്ക്കായി സ്തോത്ര കർത്താവെ. ഓരോ ദിവസവും കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് കരയാൻ പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ദൈവം അവിടുന്ന് ഒരുക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്ര. ശരീരാൽപതികളെ ബലപ്പെടുത്തണമേ. കുടുംബമായി ആദരിക്കണമേ. കുഞ്ഞുങ്ങളെ മാനിക്കണമേ കർത്താവെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ടുകളെ കൊടുക്കണം. അവരുടെ മാതാപിതാക്കളെ ആദരിക്കണമേ. സഹോദരിയെ ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാത്ത എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. നാളെ കാലം കർത്താവെ ഞങ്ങൾ കൂടി വരുന്ന സമയം വരെ ഓരോരുത്തരെ അവരുടെ ഉള്ളങ്കരത്തിൽ പുതിയ മരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വന്ന കുറവുകളെ കർത്താപ്പച്ച ക്ഷമിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്തോളം സമയം അനുവദിച്ചെന്ന പ്രിയ ബെൻസഭാഷും കുടുംബത്തിനും ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം നന്ദി അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും പല വിഷയങ്ങൾ നമ്മൾ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ. പാട്ടുകൾ പാടുവാൻ തക്കവണ്ണ സിസ്റ്റർ അനിജയെ ദൈവം ബലപ്പെടുത്തിനാണ്. ദൈവത്തെ സ്തുതിക്കാം. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത സിസ്റ്റർ ബീന ബിജു പല വിഷയങ്ങളും ഓർത്ത് നമ്മൾ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചു. അതിന് ദൈവം മറുപടി തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. അല്പനിമിഷത്തെ നമുക്ക് വചനധ്യാനമുണ്ട്. അലക്സാങ്കിൾ ജോയിൻ ആയിട്ടുണ്ടോ? ഇല്ല. അലക്സാങ്കിളാണ് US ജോയിൻ ആകേണ്ടത്. അദ്ദേഹം ജോയിൻ ആയിട്ടില്ല. നമുക്ക് അല്പനിമിഷത്തെ ഒരു വചന ധ്യാനത്തിന് വേണ്ടി നമുക്ക് ഈ അടുത്ത സമയം എടുക്കാമല്ലോ. അതിനുവേണ്ടി ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 30:11 നമുക്ക് അറിയാവുന്ന ഒരു വാക്യമാണ്. ഞാനത് വായിക്കാമ്. നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സങ്കീർത്തന വാക്യം നാം പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു സങ്കീർത്തന വാക്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. സ്തോത്രം. നമ്മുടെ കുറിവാക്യം അതാണ്. താഴോട്ടുള്ള മറ്റുള്ള ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സെക്ഷനിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വിലാപത്തെ നൃത്തമാക്കി തീർത്ത 1-2 വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് ഈ സെക്ഷൻ അവസാനിപ്പിക്കാൻ ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമുക്ക്
രൂത്തിന്റെ ചരിത്രം നമുക്കറിയാം. സ്തോത്രം. വളരെ പ്രതീക്ഷയോടുകൂടി അവള് ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. രൂത്ത് 1:13 നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. സ്തോത്രം. രൂത്തോ അവളോട് പറ്റി നിന്നു. സ്തോത്രം. നവോമിയോട് പറ്റി നിന്ന ഒരു രൂത്തിനെ നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ അവളൊരു കരയുന്ന സ്ത്രീയാണ്. ഷീസ് എ വീപ്പിംഗ് വുമൺ. ഒന്നാമത്തെ വലിയ പ്രതീക്ഷയുമായിട്ടാണ് അവളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ അവിടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ കുടുംബജീവിതത്തിൽ വലിയ താളപ്പിഴകൾ സംഭവിച്ചു, വലിയ ദുഃഖങ്ങൾ നേരിട്ടു. അവൾ കരയുന്ന ഒരു സ്ത്രീയായിട്ട് നമുക്ക് 1-ാമത്തെ അധ്യായത്തിൽ അവളെ കാണാൻ കഴിയും. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഷീസ് എ വർക്കിംഗ് വുമൺ. 3-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നത് ഷീസ് എ വെയിറ്റിംഗ് വുമൺ. 4-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഷീസ് എ വെഡ്ഡിംഗ് വുമൺ. 4 ഭാഗങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. 1-ാം അധ്യായത്തില് കരയുന്ന രൂത്തിനെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്ര ഹല്ലേലൂയ. അവിടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നമുക്കറിയാം. വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയി അവൾ കരയുകയാണ്. സ്തോത്രം. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവൾക്ക് നഷ്ടപ്പെട്ടതൊക്കെയും അവൾക്ക് തിരിച്ച് ലഭിക്കുന്നത്, അവൾക്ക് സന്തോഷിക്കുന്ന ഒരു രൂത്തിനെ കാണാൻ കഴിയും. സ്തോത്ര ഹല്ലേലൂയ. ഈ രൂത്തിന്റെ ജീവിതത്തിന് വഴി മാറ്റിവിട്ടത് ആരാണെന്ന് നമുക്കറിയാമോ? സ്തോത്ര ഹല്ലേലൂയ. എന്നോട് ചോദിച്ചാൽ ഞാൻ ഇപ്രകാരം പറയും, രൂത്തിന്റെ ജീവിതത്തിലെ വഴി മാറ്റിവിട്ടത് അവിടെ ഭർത്താവല്ല, അവിടെ കുടുംബക്കാരല്ല, അവിടെ ബന്ധുക്കളോ അവിടെ ഫ്രണ്ട്സോ ആരുമല്ല, നവോമിയുമല്ല, ബോവസുമല്ല. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ അവളുടെ ജീവിതത്തെ വഴി മാറ്റി വിട്ടത് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ചേഞ്ച്ഡ് ഹെയർ ലൈഫ് ഫോർ എവർ ആൻഡ് എവർ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് അവിടെ ജീവിതത്തെ വഴി മാറ്റി വിട്ടത്. അതിന്റെ കാരണം എന്തെന്നറിയാമോ? അവള് പറയുന്നുണ്ട്, നിന്റെ ദൈവം എന്റെ ദൈവമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അമ്മായിയമ്മയോട് അവള് പറയുന്നുണ്ട്, അവൾക്ക് ഇട്ടിട്ട് പോകാമായിരുന്നു, ഓർപ്പ ഇട്ടിട്ട് പോയതുപോലെ ചുംബിച്ച് പിരിഞ്ഞ് അവൾക്കും പോകാമായിരുന്നു. എന്നാൽ അവൾ ഒരു തീരുമാനം ദൈവത്തിന്റെ സന്നിധിയിൽ എടുത്തു, നിന്റെ ദൈവം എന്റെ ദൈവമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദൈവം ഉണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളില്, നമ്മുടെ പ്രയാസങ്ങളില്, നമ്മുടെ വേദനകളിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് നമ്മൾ അറിയാൻ ഇത് പലപ്പോഴും ഭാരപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. ഈ അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ രഹസ്യമായിട്ട് കരഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ. എങ്ങനെ മുമ്പോട്ട് പോകും? ഓരോരോ വിഷയങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളാണ്. എന്നാൽ ഹാലിൽ നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ഒരുവനെയാണ് നമ്മൾ വിളിക്കുന്നത്. സ്തോത്രം. പലരും മയക്കിലും മദ്യപാനത്തിലും ഒക്കെ സന്തോഷം കണ്ടെത്തി ആ ദുഃഖം മറക്കാൻ വേണ്ടി അവർ നോക്കും. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ അല്പനിമിഷത്തേക്ക് മാത്രമേ അതുള്ളൂ. അതിനുശേഷം പിന്നെയും അവരുടെ ജീവിതത്തിൽ ദുഃഖം കടന്നു വരുന്ന കാണാം. അതിനകത്തൊന്നും സന്തോഷം കാണാൻ കഴിയത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. അതെ, അവൻ നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന ദൈവമാണ്. സ്തോത്ര ഹല്ലേലൂയ. ഈ വചനം എന്തിനാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന അറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം. അത് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനാണ്. സ്തോത്ര ഹല്ലേലൂയ. ഈ ഒരു വചനം നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും, ഹല്ലേലൂയ സ്തോത്രം, ആത്മീയ ബലം നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരാൻ വേണ്ടിയാണ്. സ്തോത്ര ഹല്ലേലൂയ. നമുക്ക് ഇപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കണമേ എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. തന്റെ കുഞ്ഞുങ്ങളെ സങ്കടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, വേദനയിലും കണ്ണുനീരിലും കൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, അവയെ മാറ്റിമറിച്ച് ഹല്ലേലൂയ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഹല്ലേലൂയ നമ്മൾ വിളിക്കുന്ന. സ്തോത്രം. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ വഴിയിൽ ഇട്ടേച്ചു പോകത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ വഴിയിൽ ഇട്ടേച്ചു പോകത്തില്ല. അല്പകാല കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് അതിന്റെ തക്ക സമയത്ത് ഒരു വിടുതൽ തന്ന ഹല്ലേലൂയ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്ന. സ്തോത്ര ഹല്ലേലൂയ. നാം ഇപ്രകാരം വിളിച്ചു പറയണം, ഹല്ലേലൂയ, എന്റെ ജീവിത പങ്കാളിയിൽ അത്ഭുതമുണ്ട്, എന്റെ കുഞ്ഞുങ്ങളിൽ അത്ഭുതമുണ്ട്, എന്റെ കുടുംബത്ത് വിടുതലുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നാം വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ അത് സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ വിളിച്ചു പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. സ്തോത്രം. നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ഈ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ മാറി ഹല്ലേലൂയ ഒരു സന്തോഷം ഉടിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം.
1-ാം അധ്യായത്തിൽ നാം കാണുന്നത് അവൾ കരയുകയാണ്, സ്തോത്ര ഹല്ലേലൂയ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറി, സന്തോഷം മാറി, ഹല്ലേലൂയ. നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന സന്തോഷമുള്ള ഒരു സഹോദരിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അവൾ ഇപ്രകാരം പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിന്റെ ദൈവം എന്റെ ദൈവമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. രൂത്തിന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റാൻ കഴിഞ്ഞ ആ കർത്താവ് നമ്മുടെ ജീവിതത്തിലെയും ഹാലിൽ ദുഃഖങ്ങളെ, ഹാലി വിലാപത്തെ നൃത്തമാക്കി തീർക്കാൻ കഴിയും എന്ന് ഹാലിലി പകൽക്കാലം നാം കുറിച്ചുള്ള ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 4:17 നാം നോക്കുമ്പോൾ, രൂത്തിന്റെ 4:17 നാം നോക്കുമ്പോൾ ഇപ്രകാരം കാണുന്നുണ്ട്, സ്തോത്ര ഹല്ലേലൂയ. രൂത്തിന് ദൈവം ഒരു മകനെ കൊടുത്തു, ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ പേരാണ് ഓബേദ്, സ്തോത്ര ഹല്ലേലൂയ. അത് ഓബേദ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ദാവീദിന്റെ ഗ്രാൻഡ് ഫാദർ, അതായത് ഇശായുടെ അപ്പനായിട്ട് വരും. ദൈവത്തിന് സ്തോത്ര ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദാവീദ് ആരാണെന്ന് നമുക്കറിയാം, സ്തോത്ര ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വല്യപ്പച്ചനായിട്ട് വരും, സ്തോത്ര ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വല്യമ്മച്ചിയായി തീരുവാൻ ഹല്ലേലൂയ രൂത്തിന് ദൈവം ഭാഗ്യം കൊടുത്തു, സ്തോത്രം. പ്രിയമുള്ളവർ, ഒരു വലിയൊരു ഭാഗ്യമാണത്, സ്തോത്ര ഹല്ലേലൂയ. ഈ ഭാഗ്യം എങ്ങനെയാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? സ്തോത്രം. അവൾ ഒരു തീരുമാനമെടുത്തു, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് ഇതിൽ നിന്നാണ് നമ്മുടെ ദൈവത്തിലോട്ട് കടന്നു നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ മർത്തോമയിൽ നിന്നായിരിക്കും, യാക്കോബിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഹിന്ദു മാർഗത്തിൽ നിന്നായിരിക്കും നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതല്ല, നമ്മൾ ഏത് സെക്ഷനിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലോട്ട് നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതല്ല. നമ്മുടെ ഹൃദയം എപ്രകാരമാണ് ദൈവസ്ഥാനിൽ ആയിരിക്കുന്നതാണ് കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ തീരുമാനത്തെയാണ്, നമ്മളെ എടുക്കുന്ന തീരുമാനത്തിന് പ്രകാരമാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നത്. സ്തോത്ര ഹല്ലേലൂയ. അവള് പറയാണ്, നിന്റെ ദൈവം എന്റെ ദൈവം, സ്തോത്ര ഹല്ലേലൂയ. രൂത്തിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരു സാധ്യതയും ഹല്ലേലൂയ അവിടെ ജീവിതത്തിൽ ഇല്ല. കാരണം നമുക്കറിയാം, മോവാബിയരെ കുറിച്ച് നമുക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അവള് ഒരു മോവാബിയ സ്ത്രീ ആയിരുന്നു, സ്തോത്ര ഹല്ലേലൂയ. അവക്ക് മോവാബിയർ ഒരു കാരണവശാലും ദൈവസന്നിധിയില് ഹല്ലേലൂയ കടന്നു വരാൻ യാതൊരു യോഗ്യതയും ഇല്ല, സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ ചരിത്രത്തിൽ അതിന്റെ ഡീപ്പായിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ, സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ജാതിയായിരുന്നു അവള് ദൈവസ്ഥനിൽ കടന്നു വന്ന്, ഹല്ലേലൂയ, സ്തോത്രം. എടുത്ത തീരുമാനത്തിന്റെ പേരില് ദൈവം അവളെ ഹല്ലേലൂയ ബലപ്പെടുത്തി, സ്തോത്ര ഹല്ലേലൂയ. അവിടെ രട്ടുമാറ്റി, ഹല്ലേലൂയ, അവളെ സന്തോഷം ഉടുപ്പിച്ചു, ഹല്ലേലൂയ. അവിടെ കണ്ണുനീരിനെ മാറ്റി, ഹല്ലേലൂയ, സ്തോത്രം, അവളെ സന്തോഷം ഉടുപ്പിച്ച ദൈവമാണ്, ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു സഹോദരിയെ ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്, സ്തോത്രം ഹല്ലേലൂയ. 1 ശമൂവേല് 1:13 നാം ഇപ്രകാരം കാണുന്നു, ഹന്ന ദൈവസന്നിധിയില് കരയുകയാണ്, സ്തോത്രം. അവള് ആലയത്തിൽ ചെന്നിരുന്ന് അവിടെ ഹൃദയത്തിന്റെ വേദന ദൈവസന്നിധിയിൽ പകർന്നു. പക്ഷെ ഏലിക്ക് അത് മനസ്സിലായില്ല. ഏലി അവളെ മോശവാക്കുകളാൽ അവളെ പറഞ്ഞു വേദനിപ്പിക്കാൻ നോക്കിയെങ്കിലും അവിടെ ഹൃദയത്തെ അറിഞ്ഞ ഒരു കർത്താവുണ്ട്, സ്തോത്ര ഹല്ലേലൂയ. 1-ാം അധ്യായത്തില് അവള് കരയുകയാണ്, സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നാം നോക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവള് സന്തോഷിക്കുകയാണ്, സ്തോത്രം. അവള് പാട്ട് പാടുകയാണ്. എന്താണ് അവള് പാട്ട് പാടുന്നത് അറിയാമോ? എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കും, സ്തോത്രം ഹല്ലേലൂയ. എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കും. കാരണം അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയാണ്, സ്തോത്ര ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദാൻ മുതൽ ബർശേബ വരെ അറിയപ്പെട്ട ഒരു പ്രവാചകനെയാണ് ദൈവം അവക്ക് കൊടുത്തത്, സ്തോത്ര ഹല്ലേലൂയ. അല്പകാല കഷ്ടം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രതിയോഗി അവളെ വേദനിപ്പിച്ചു. അവള് ഭയങ്കര സങ്കടത്തിൽ കൂടെ കടന്നുപോയി. ഏലി പുരോഹിതൻ വരെ അവളെ കളിയാക്കി, സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവിടെ ഹൃദയത്തെ അറിഞ്ഞ കർത്താവ് ഹല്ലേലൂയ അവളെ അനുഗ്രഹിച്ചു. വലിയ വിടുതല് അവിടെ ജീവിതത്തിൽ കൊടുത്തതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാറുള്ളൂ. പ്രിയമുള്ളവരെ, നിന്റെ ബന്ധുക്കള് നിന്നെ കൈവിടുമ്പോൾ, കൂട്ടു സഹോദരങ്ങൾ നമ്മളെ കൈവിടുമ്പോൾ, ഉറ്റവര് നമ്മളെ മറന്നു പോകുമ്പോൾ ഹല്ലേലൂയ നമ്മളെ മറന്നു പോകാത്ത ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നാം ഇപ്രകാരം വിളിച്ചു പറയണം, ഹല്ലേലൂയ. രൂത്തിനോട് ചേർന്ന് നമ്മൾ വിളിച്ചു പറയണം, നിന്റെ ദൈവം എന്റെ ദൈവം, ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയില് മുട്ടുമടക്കുന്നെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ഭാവിയെ അവൻ മാറ്റിമറിക്കും, ഹല്ലേലൂയ. രൂത്തിന്റെ ഭാവിയെ മാറ്റിമറിച്ച കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ദൈവമാണ്, സ്തോത്ര ഹല്ലേലൂയ. ആ ദൈവത്തെ ഹല്ലേലൂയ നമുക്ക് പൂർണ്ണമായ തീരുമാനമെടുത്തുകൊണ്ട് ഹല്ലേലൂയ ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സ്തോത്രം.
തുടർന്ന് പാസ്റ്റർ ബെൻസൺ ഡാനിയൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. പാസ്റ്റർ ബെൻസൺ ഡാനിയൽ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ഈ മീറ്റിംഗ് നേതൃത്വം നൽകുവാൻ പ്രിയ ഷായിച്ചാൻ രാജ്കോട്ടിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് ദൈവത്തിനൊരുക്കുകൊണ്ടയായി പെട്ടെന്ന് ഇന്ന് രാവിലെ അലക്സങ്ങളായിരുന്നു നമ്മുടെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ അലക്സങ്ങളിന് ചില കാരണങ്ങളാൽ ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ട് വന്നു. പെട്ടെന്ന് ഷായിച്ചാൻ ഞാൻ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് തന്നെ ആ കാര്യം ക്രമീകരിക്കേണ്ടയായാലോ. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ സഹോദരി, ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരി, എല്ലാ പ്രാർത്ഥനാ സഹാരികള് എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം വളരെ ശുദ്ധമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ സംസാരിപ്പടയായി പെട്ടെന്ന് ഒരു മെസ്സേജ് പ്രിയ ദേവദാസിനെ കൂടി ദൈവാത്മാവ് നമ്മൾ ഇടപെട്ടത് നമ്മുടെ ജീവിതത്തില് വലിയൊരു വിടുതലായി തീരുവാ. എങ്കിലും നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി എന്റെ രട്ടഴിച്ച് എന്നെ സന്തോഷവും ശത്രുവായ പിശാച് പലപ്പോഴും വിലാപം പാടുവാൻ കുടുംബത്തിലുള്ളവയില് വേദനയുടെ അവസ്ഥകൾ കൊണ്ടിട്ട് വിലാപത്തിന് ഗീതം പാടുവാൻ പദ്ധതി ഒരുക്കി എത്രയോ നിമിഷങ്ങളുണ്ട്. അവിടെ ദൈവം അതിനെ സന്തോഷമാക്കി തീർത്തു. ഉല്ലാസിനെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെല്ലാം തലങ്ങളിൽ ഏതെല്ലാം നിലകളൊക്കെ പലപ്പോഴും തീർന്നുപോയി പലപ്പോഴും കിടപ്പിലാക്കി കളയുവാൻ ശത്രു പദ്ധതി വയ്ക്കുമ്പോൾ ദൈനത്തിൽ നമ്മുടെ കിടകളെല്ലാം മാറ്റി വിരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. കർത്താവെ കേൾപ്പിക്കപ്പെട്ട ദൈവീയ ദൂതനായി ദൈവീയ ആലോചനകൾക്കായി ഞങ്ങൾ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവമാണല്ലോ. നെറ്റ് അഴിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുന്ന ദൈവമാണല്ലോ. നാളുകളായി ഞങ്ങളുടെ ജീവിതത്തിൽ വിലാപം പാടുവാൻ ശത്രു പദ്ധതി ഒരുക്കിയ സ്ഥാനത്ത് അതിനെല്ലാം തട്ടി മാറ്റി ജയത്തിന്റെ ഉല്ലാസിന് ഘോഷം നൽകി ദൈവം ഞങ്ങളെ മാനിച്ച കൃപയ്ക്കായി സ്തോത്രം. വനം സൃഷ്ടിച്ചു അങ്ങയുടെ ദാസിനെ ദൈവം ശക്തമായി ഉപയോഗിച്ചല്ലോ കർത്താവെ. അനേകായിരങ്ങൾക്ക് താങ്ങും തണലും ആശ്വാസവുമാക്കി ദൈവം വേണ്ടി ഉപയോഗിക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ ദൈവം ശക്തമായി മാനിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാൻ പ്രിയ സഹോദരിയെ ദൈവം ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. ദൈവം അവരെ കുടുംബമായി വീണ്ടും മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപയെ ദൈവം പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയുടെ തകടാസിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ, മാനിക്കണമേ. ദൈവ അഭിഷേകത്താൽ സ്വർഗം വീണ്ടും മാനിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ സഹാരികളെ അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന കിഡ്നി രോഗത്താൽ, ബ്രെയിൻ ട്യൂമറാല്, മാനസിക വന്ന പല പ്രയാസത്താൽ, അപകടമുഖാന്ന് കഷ്ടപ്പെടുന്നവര് കർത്താവെ അവരെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ദാസന മാതാവ് പിതാവ് സഹോദരി യാത്രയിലായിരിക്കുന്നു. തക്ക സമയത്ത് അവിടെ എത്തുവാൻ ദൈവം സഹായിക്കുന്നു. ഇവിടേക്ക് കടന്നു വരുന്ന പ്രിയ സുനിതയാന്റെ UP യാത്രയിലാണല്ലോ കർത്താവെ. ഇന്ന് രാത്രിക്കാലം ഇവിടെ എത്തുന്ന അറിയുവാടയായി തക്ക സമയത്ത് കടന്നു വരുവാൻ കർത്താവയുടെ ദാസ്യ സൃഷ്ടിപ്പാനൊക്കെ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയെ പരിപാലിക്കും ബന്ധുസ്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിന്റെ രാത്രികാലം സുഖമായി ഉറങ്ങുവാൻ ദൈവകൃത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ ശക്തിയോടെ കുടുംബമായി കർത്താവിന്റെ മഹത്വമുള്ള വേലയില് ദൈവശക്തമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ പതിനായി സ്തോത്രം. ഇന്നത്തെ ആ ദൈവീയ ദൂത്, ദൈവീയ ആലോചന ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയ പ്രത്യാശയ്ക്ക് വിടുതലിന്റെ കാരണമായി തീർക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലമാനവും മഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥനകളുടെ സ്തോത്രം. വലിയ ദൈവം ചെയ്യാൻ പതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യുന്നത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറയാം. സ്തോത്രം. സ്നേഹവും പുത്രനായ ക്രിസ്തുവിനെ കരുണ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മുടെ പ്രാച സകല വിഷയങ്ങൾ എല്ലാ വിശുദ്ധന്മാരുടെ മേലും എന്നും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഞാനിന്റെ മഹത്വം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.